ശരി. വലിയ പബ്ലിസിറ്റിയാ കൊടുക്കുന്നത്. ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നാളെ നമുക്ക് തമ്മിലൊന്ന് കാണണം. ആളെവിടെയാണ്? എടാ, ഞാൻ നിന്റെ സഹധർമ്മിണിയെ കണ്ടു. എവിടെ? ഈ ഫ്ലോറിന്റെ പുറകിലെ വലതുവശത്തെ മുറിയിലുണ്ട്. അതായത് ഗ്രീൻ റൂമിന്റെ ഇടതുവശത്ത്. ശരി. എടാ, ഫ്ലോറിന്റെ വലതുവശത്ത് കൂടി കോറിഡോറിലൂടെ വന്നാ മതി. ഞാനിവിടെ ഉണ്ടാവും. ശരി, മനസ്സിലായി. നീ ഫോൺ വെച്ചോ. സി കേരളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. സംഗീത സാന്ദ്രമായി സന്ധ്യയിലേക്ക് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സരിഗമപ്പയുടെ ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദൈവമേ, അഖിൽ സാർ ഈശ്വര. ഹലോ സർ. ശ്യാമേ, താൻ എവിടെയാ? ഞാൻ വീട്ടിലാ സർ. വീട്ടിലാണോ? പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം? ഇവിടെ വിശേഷമൊന്നുമില്ല. വിശേഷമൊന്നുമില്ലേ? ഇല്ല സർ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖം. ശ്യാമേ, ഞാനിപ്പോ സി കേരളത്തിന്റെ സരിഗമപ വേദിയിലാണ്. പിന്നെ ഇവിടെ ഗംഭീരാണ് കേട്ടോ. ഉഗ്രം പ്രോഗ്രാമാ. ഞാൻ ത്രില്ലടിച്ചിരിക്കുക. താൻ വരാതിരുന്നത് കഷ്ടമായി പോയി. താൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ശരി സർ. എന്തായാലും ഞാൻ ഈ പ്രോഗ്രാം സ്ഥലത്ത് തന്നെ ഉണ്ട് കേട്ടോ. ശ്യാമേ, എനിക്ക് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈശ്വര, ഇനി എന്നെ കണ്ടു കാണോ? കൃഷ്ണ, ചതിച്ചല്ലോ.
നീ എന്നെ പരീക്ഷിക്കുകയാണോ ഭഗവാനെ? എന്റെ അഖിൽ സാറ് നേരെ മുമ്പിൽ തന്നെ വന്നിരിക്കുന്നു. ഒരു കാരണവശാലും അഖിൽ സാർ എന്നെ കാണാൻ ഇടവരില്ലേ? നീ എന്നെ രക്ഷിക്കണേ എന്റെ ഭഗവാനെ, എന്റെ ദൈവമേ. മലയാളികളുടെ മനസ്സിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ്, മലയാളക്കരയിൽ തരംഗമായി നിൽക്കുന്ന ഒരു ഗാനമാണ്. ആ ഗാനം ആലപിച്ച അനുഗ്രഹീത ഗായിക, ഒപ്പം മലയാള പിന്നണി ഗാന രംഗം ഇനി അടക്കി വാഴാൻ പോകുന്ന ആ വിസ്മയ ഗായിക വിസ്മയെ ഒരുപാട് സ്നേഹത്തോടു കൂടി സരിഗമപയുടെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിസ്മയ പ്രശസ്തിയുടെ ആകാശത്തേക്ക് ഉയർന്നു. ഇവിടെ എല്ലാരും ഇങ്ങനെ കണ്ണും തള്ളിയിരുന്നോട്ടാ, നല്ല സുഖിച്ചിരുന്ന് കണ്ടോ. എടാ അവിടെയാ, ആ കാണുന്ന മുറിയില്ല. നീ വാ. ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഗാനം. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഭയങ്കര തരംഗമായിക്കൊണ്ട് നിൽക്കുകയാണ്. പറയൂ, ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. എന്റെ പാട്ട് എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ദൈവാനുഗ്രഹം കൊണ്ടും പിന്നെ എന്റെ മമ്മിയുടെ സപ്പോർട്ട് കൊണ്ടും ഞാൻ ദേ ഈ ഒരു ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചി വിസ്മയ. വിസ്മയ മാഡം, സ്വാഗതം സരിഗമപയിലേക്ക്. പേടിയുണ്ടോ? പേടിയൊന്നുമല്ല, ധൈര്യമായിട്ട് പഠിക്കോട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. താങ്ക് യു ചേച്ചി. മത്സ്യേട്ടാ. വിസ്മയ, സർ ഓൾ ദി ബെസ്റ്റ് വിസ്മയ. താങ്ക് യു സർ. നന്നായിട്ട് പാടൂ. ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു മത്സ്യേട്ടാ. പാപ്പാ. ഹായ് വിസ്മയ. ഹായ് സർ. വെൽക്കം ടു സരിഗമപ. താങ്ക് യു. വിസ്മയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. വിസ്മയ്ക്ക് അടിപൊളിയായിട്ട് പാടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
കൊതിയോടെ ഞാൻ തേടുമീ പ്രണയവല്ലികൾ പൂത്തുവോ പ്രിയമുള്ളൊരാൾ ഈ വഴി വന്നുവോ ഇളം തെന്നലേ. കുളിരാർന്നു പെയ്യും മഴ പോലെ പാടി ഒരു രാക്കുയിൽ ഉറങ്ങാതെ നിൻ വരവോർത്തു നിൽക്കേ. പ്രിയമുള്ളൊരാൾ ഈ വഴി വന്നുവോ ഇളം തെന്നലേ. അറിയാതെ പ്രണയമെൻ നെഞ്ചിൽ പടരവേ കിളിവാതിലിൻ ചാരെ നീ വന്നുവോ വെൺതിങ്കളേ. കലക്കി കലക്കി വിസ്മയ, അടിപൊളിയായിരുന്നു. Thank you. ഞാനല്ല, നമ്മുടെ ജഡ്ജസ് ആണ് പറയേണ്ടത്. അതെ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? വിസ്മയ കലക്കാണല്ലോ, കൊറേ പാട്ടൊക്കെ പാടി നേട്ടു. എങ്ങനെ ഓൾ ദ ബെസ്റ്റ്, അസാധ്യമായിട്ട് പാടിട്ടാ. താങ്ക് യു ചേച്ചി. Thank you, സോ madam. മച്ച്. ആൻഡ് മധുചേട്ടാ? വിസ്മയ, സർ, ഞാൻ കുറെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് വിസ്മയ പാടിയത്. ഇന്നിപ്പോ അസലായിട്ട് പാടി. താങ്ക് യു മധുചേട്ടാ. പാപ്പാ? വിസ്മയ സർ, അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ. അപ്പം എന്തായാലും നമുക്ക് ഒരുമിച്ച് ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സർ. ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ അറിയപ്പെടുന്ന പാട്ടുകാരിയാകും. ആ, എന്ത് ചെയ്യാനാ, ഈ വീടിന്റെ അഭിമാനമായി മാറേണ്ടവളായിരുന്നു. ആ മഹാഭാഗ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ. ഇവളങ്ങനെ ഉയർന്നുയർന്നു പോകും. നിലാവുദിക്കുന്നത് കണ്ട് നായ കൊരയ്ക്കുന്നത് പോലെ അസൂയ കൊണ്ട് ചിലരൊക്കെ കൊരയ്ക്കും. ദൈവമേ, ഇത്രയും വലിയൊരു പാട്ടുകാരുടെ ഭർത്താവാണോ ഞാൻ? അഖിൽ സർ, തന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ഞാനിപ്പോ ഫ്രീയാ. അല്ല, ഇനി തിരക്ക് വല്ലതും പറയൂ. ഇല്ല സർ. എങ്കിൽ താൻ ശംഖുമുഖം ബീച്ചിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ശരി സർ, ഞാനിപ്പോ അങ്ങോട്ട് വരാം.
സർ, ശ്യാമേ, നല്ല കടൽക്കാറ്റ് അല്ലേ? കടലിനും തിരയിളക്കുക എന്റെ മനസ്സ് പോലെ. ശ്യാമേ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് അതിമനോഹരമായി കള്ളം പറയുന്നവരെ നമ്മള് എങ്ങനെ വിളിക്കുക? ശ്യാമ എന്തോന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം ശ്യാമയ്ക്ക് മനസ്സിലായില്ലേ? ഇല്ല. മനസ്സിലായില്ല എന്ന് പറയുന്നതും ഒരു പച്ച കള്ളമല്ലേ എന്റെ ശ്യാമേ? അത് ശ്യാമയ്ക്ക് ഈ അരുന്ധതിയും വിസ്മയമായിട്ട് എന്താ ഇടപാട്? ചോദിച്ചത് കേട്ടില്ലേ? അവരുമായിട്ട് എന്താണ് ഏർപ്പാടെന്ന്? എനിക്ക് ഒരിടപാടുമില്ല. ഇല്ലേ? പിന്നെയും കള്ളം പറയാനാണോ തന്റെ ഭാവം? ഇങ്ങനെ എന്നോട് കള്ളം പറയുന്നതിന് ശ്യാമയ്ക്ക് ഒരു നാണമില്ലേ? മരണം വരെ എന്നോട് കള്ളം പറഞ്ഞ് ജീവിക്കാനാണോ തന്റെ തീരുമാനം? ഞാൻ പല പ്രാവശ്യം തന്നോട് പറഞ്ഞിട്ടുണ്ട്, പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പെന്ന്. നിരന്തരം കള്ളം പറയുന്ന ഒരു ഭാര്യയോടൊപ്പം ഞാൻ എത്ര കാലോടെ ജീവിക്കേണ്ടത്?